ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേസ് ടോക്സ്. പതിവ് പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബേസിൽ ഒരുപാട് വാർത്തകൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ദിവസവും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 ദിവസം മുൻപ് രാജുവേട്ടൻ പൃഥ്വിരാജ് എനിക്ക് ഒരുപാട് ബഹുമാനമുള്ള ഒരു ആക്ടറാണ്. കാരണം ഒരു നടനായിട്ട് തുടങ്ങി പ്രൊഡ്യൂസർ, ഡയറക്ടർ, ആക്ടർ, ഈവൻ ഡിസ്ട്രിബ്യൂട്ടർ, ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ അമ്മയുടെ ഈ ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ അമ്മയുടെ അടുത്ത സ്ഥാനപതിയാവാൻ സാധ്യതയുള്ള വ്യക്തികളിൽ നമ്മൾ കേട്ട് വരുന്ന ഒരു പേര് പൃഥ്വിരാജിൻ്റെയാണ്. കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു ഫുട്ബോൾ ടീമിൻ്റെ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയിലൊരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പം ഒബ്വിയസ്ലി മീഡിയ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ ഓർഗനൈസിംഗ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് അത് ചോദിക്കാനുള്ള സമയം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ പ്രസ് മീറ്റ് കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ മീഡിയ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുന്നുണ്ടായിരുന്നു. അതുപോലെ ആ പ്രസ് മീറ്റ് കണ്ട ആളുകളും അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട് തന്നെ സംസാരിക്കേണ്ടി വരും. നമുക്ക് ആ പ്രസ് മീറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ട് സംസാരിച്ച് പോവാം. ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാകുമെന്ന് എനിക്കറിയാം, പറയാൻ എനിക്കുമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇനി ഫോഴ്സ കൊച്ചിയെ കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ച് നിങ്ങൾ ഉത്തരം പറഞ്ഞതിന് ശേഷം ഇവരെ നമുക്ക് വേദിയിൽ നിന്നും ഒഴിവാക്കിയിട്ട് ഞാൻ സംസാരിച്ചാൽ മതിയോ? ആദ്യമേ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കയ്യിലെടുത്തു. മുന്നേ നടന്ന ആ ചടങ്ങിന് പങ്കെടുത്ത ആൾക്കാർ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ അവസാനിച്ചെങ്കിൽ ഇനി ഞാൻ ഇവരെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് സംസാരിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും ചിന്തിക്കും, മാധ്യമങ്ങളെല്ലാം ചിന്തിക്കും, എല്ലാവർക്കും കൺസിഡറേഷൻ കൊടുക്കുന്ന ഒരാൾ. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. ഞാനും അത് റെസ്പെക്ട് ചെയ്യുന്നു. കാരണം അവരെ ഇരുത്തിക്കൊണ്ട് അത് ചെയ്തിരുന്നെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാകുമായിരുന്നു. ഇദ്ദേഹം ഈ ചെയ്തത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നമസ്കാരം. അപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പോ മറ്റോ ആണ് ഇന്ന് ഈ ചടങ്ങിന്റെ നടപടിക്രമങ്ങൾ, ഇതിന്റെ ഇവന്റ് ഫ്ലോ എന്താണ് എന്ന് ഇതിന്റെ സംഘാടകർ തീരുമാനിച്ചു. അപ്പൊ അന്ന് തന്നെ പ്രസ്സുമായിട്ട് ഇതുപോലൊരു കൂടിക്കാഴ്ചയുണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു. റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ് മീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടാകും എന്നെനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞു, ഫോഴ്സ കൊച്ചിയുടെ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവസരമുണ്ടാകണം, ഉത്തരം പറയാൻ എനിക്ക് സമയവും ഉണ്ടാകണം. അതിനുശേഷമേ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് നന്നേ പറഞ്ഞിരുന്നു. ചോദിച്ചോളൂ. ഇന്നിങ്ങനെ ഒരു പ്രസ് മീറ്റ് ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ജനതയ്ക്കായ ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രതികരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ സെക്കൻഡറി പറയുന്നത് പ്രസ്സുകാരെ അല്ലെങ്കിൽ മീഡിയക്കാരെ കംപ്ലീറ്റ് കയ്യിലെടുത്തു കഴിഞ്ഞു ആ സമയം കൊണ്ട്. അപ്പോൾ അവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾ എൻ്റെ മുന്നിലുണ്ടാകുമെന്നും സോ അതിനുവേണ്ടി ഒരു അവസരം ഇവിടെ ഒരുക്കണമെന്നും ഞാൻ സംഘാടകരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം, എനിക്ക് പറയാനുണ്ട്. നിങ്ങളോട് സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കൊണ്ട് പോലും റിയാക്ട് ചെയ്യാത്തത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾക്കുണ്ട് എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. വിത്ത് ഓൾ റെസ്പെക്ട്, ഞാൻ ആ വാചകങ്ങളെ ബഹുമാനിക്കുന്നു. ശരിക്കും ഇദ്ദേഹം ഒരു ബുദ്ധി രാക്ഷസനാണ്, ഒരിക്കലും അല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം മറ്റെല്ലാവരും സംസാരിക്കാൻ മടിക്കുമ്പോൾ ഒരാൾ മുന്നിട്ടിറങ്ങി നിന്ന് തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളായാലും മീഡിയ ആയാലും അയാളെ വാനോളം പുകഴ്ത്തും. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് സത്യമായ കാര്യം തന്നെയാണ്, ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോയ ചില അബദ്ധങ്ങൾ, അദ്ദേഹത്തിന് സംഭവിച്ച തെറ്റല്ലെങ്കിൽ പോലും പലപ്പോഴും ആ തെറ്റിന് നേരെ കണ്ണടച്ചോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. എന്ത് നിലപാടാണ് എന്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലില്ലെങ്കിലും എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? എന്റെ ഇമ്മീഡിയറ്റ്, എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ്. ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും. അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം. ഇതാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, എൻ്റെ സെറ്റിലെല്ലാം ഉണ്ട് എന്ന് കരുതി, അതെല്ലാം ഞാൻ അറിഞ്ഞു, അവിടെ എല്ലാം ഓക്കെ ആണ് എന്ന് കരുതി ഇതെല്ലായിടത്തും നടക്കണമെന്നുണ്ടോ? എനിക്ക് ശ്രീ പൃഥ്വിരാജ് അങ്ങയോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, അങ്ങയുടെ സെറ്റിൽ എല്ലാം ഉണ്ടോ? എല്ലാം പ്രോപ്പറായിട്ടാണോ കൊണ്ടുപോകുന്നത്, നടക്കുന്നത്? അങ്ങനെ ആയിരുന്നുവെങ്കിൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, താങ്കൾ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ
ആ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ്, ആ സ്ത്രീക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവം താങ്കളുടെ മാനേജർ വഴി താങ്കൾ അറിഞ്ഞിട്ടും അതിനെന്ത് നടപടി സ്വീകരിച്ചു? ഇനി ഏതാണ് സിനിമ, ആരാണ് ആ ജൂനിയർ ആർട്ടിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൂടി കാണാം. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കൂടി ചേരുന്നുണ്ട്. മാഡത്തിൻ്റെ പരാതി കുറച്ച് വ്യത്യസ്തമാണ്. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് അതിക്രമം ഉണ്ടാകുന്നു. ഹൈദരാബാദാണ് ആ സിനിമയുടെ പ്ലേസ് ഓഫ് ഒക്കറൻസ്. അവിടെ പരാതി കൊടുത്തു അല്ലേ? അവിടെ പരാതിയുടെ തുടർച്ച എന്താണ്? പരാതി കൊടുത്തു. പക്ഷെ പ്രതി ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. സിനിമാക്കാരും CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി G. കുഞ്ഞിച്ചന്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സംരക്ഷിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് താങ്കളുടെ മാത്രം ബോധ്യമാണ്? അതൊരു ഉന്നയിക്കുന്ന ആരോപണം ഗുരുതരാരോപണമാണ്. ആ ബോധ്യത്തിനനുസൃതമായ തെളിവുകൾ കയ്യിലുണ്ടോ? എല്ലാം എന്റെയിലുണ്ട്. അതായത് ഈ ജൂണില് 23-ാം തീയതി ഹൈദരാബാദ് പോലീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കുഞ്ഞിച്ചന്തു എന്ന് പറയുന്ന വ്യക്തി എന്റെ വീടുകളിലും എന്റെ വീട്ടില് അതേപോലെ തന്നെ പഞ്ചായത്തില് ഒക്കെ പോയി കുറെ ഗുണ്ടകളുമായിട്ട് എന്നെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ പറഞ്ഞു വരുത്തിയിരുന്നു. അതനുസരിച്ച് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ട് ഹൈദരാബാദ് പോലീസുകാര് ജൂൺ 23-ാം തീയതി 20-ാം തീയതി വെള്ളിയാഴ്ച നാട്ടിലെത്തുകയും അവരെ ട്രേസ് ചെയ്ത് കടക്കൽ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും കടക്കൽ പോലീസ് സ്റ്റേഷനിൽ ഈ മൻസൂർ റഷീദ് എന്ന് പറയുന്ന വ്യക്തിയാണ് 376/506 കേസ് രജിസ്റ്റർ ആയതാണ് 2021. ഇത് ഹൈദരാബാദിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അവിടെ കോടതിയിലുള്ള കേസാണ്. പ്രതി ഒളിവിലാണ്. ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നിഷേധിച്ചു, ജില്ലാ കോടതിയിൽ നിന്നും ജാമ്യം നിഷേധിച്ചു. ഓക്കെ, പ്രതി ഇപ്പൊ ഇവിടെ ഒളിവിലാണെന്നാണോ അവിടുത്തെ കോടതിയിൽ പറയുന്നത്? അതെ. ഈ പ്രതി സിനിമയുടെ ഏത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആളാണ്? ആര്? ഈ പറയുന്ന ആൾ, ഈ പറയുന്ന പ്രതി സിനിമയുടെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്? അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ബ്രോഡാഡി ഫിലിമിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അത് കഴിഞ്ഞ് ഏതെങ്കിലും സിനിമയിൽ ഇയാൾ വർക്ക് ചെയ്തോ? ലൂസിഫർ, എമ്പുരാന്. അപ്പൊ എല്ലാ സിനിമയിലും ഇയാൾ സജീവമായി ഉണ്ട്. അതെ. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അതായത് ബ്രോ ഡാഡി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് പൃഥ്വിരാജാണ്. സോ അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ. എന്താണ് സംഭവിച്ചത് എന്നുകൂടി ഈ സ്ത്രീ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. അതുകൊണ്ടല്ല സാർ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പം ഈ കേസ് കൊടുത്തു. അതായത് പ്രതി ഒളിവിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി J. കുഞ്ഞിച്ചന്തു എന്ന വ്യക്തി എന്റെ നാട്ടിൽ പോവുകയും വളരെ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം ഗുരുതര ആരോപണമാണ്. അപ്പൊ ആ ആരോപണത്തിനനുസൃതമായി നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ? ഈ പറയുന്ന ഫോറങ്ങളിലും മുഖ്യമന്ത്രിക്കും മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ പരാതി ജനുവിനായ പരാതി അതാണെങ്കിൽ, രാഷ്ട്രീയ സംരക്ഷണം ഉണ്ട് എന്നതാണെങ്കിൽ? ഞാൻ DGP തൊട്ട് കമ്മീഷണർ വരയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അത് ഈ സംഭവം നടന്ന അന്ന് തന്നെ 23-ാം തീയതി തന്നെ എല്ലാവർക്കും രാത്രി 3 മണിക്ക് ഞാൻ പരാതി ഫയൽ ചെയ്തു. മീൻസ് 3 മണിക്ക് കുഞ്ഞിച്ചന്തു എന്ന വ്യക്തിയുടെ വീട് പോലീസ് വളയുകയും എന്നാൽ കേരള പോലീസിന്റെ സഹായത്തോടെ ഈ കുഞ്ഞിച്ചന്തു എന്ന വ്യക്തി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും മൻസൂർ റഷീദുമായി അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. അതിനുശേഷം CPM-ന്റെ ലോക്കൽ ഈ ബ്രോഡാഡി സൈറ്റിൽ ഉണ്ടായ പരാതി എന്താണ് എന്നൊന്ന് വിശദീകരിക്കാമോ? അതായത് 2021 സെപ്റ്റംബർ 3-ാം തീയതി, അതായത് ഞാൻ ഓൾറെഡി ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ആ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഷെഡ്യൂളിന് വേണ്ടിയിട്ട് റൂമിൽ അവിടെ ഹോട്ടലിൽ ചെല്ലണം എന്ന് പറയുകയും ഞാൻ ബുക്ക് ചെയ്ത റൂമാണ്. അവിടേക്ക് ഞാൻ ചെല്ലുകയും അവിടെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായ മൻസൂർ റഷീദ് എന്ന വ്യക്തി എന്റെ റൂമിലേക്ക് കടന്നു വരികയും ചെയ്യുമായിരുന്നു. അവിടെ വെച്ച് എനിക്ക് മൻസൂർ ഒരു സ്പ്രൈറ്റും ഒരു ചോക്ലേറ്റും തന്നു. നോർമലി നമുക്ക് പോയി ചീഫ് അസോസിയേറ്റുമായിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അതായത് എന്റെ വീടും ഈ സ്ഥലമായിട്ട് കുറെ ദൂരമുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ റൂം ബുക്ക് ചെയ്യുന്നത്. റൂം 3ഉം 4ഉം എന്ന ഡേറ്റിലാണ് ഞാൻ റൂം ബുക്ക് ചെയ്തത്. ഞാൻ റൂമിൽ ചെന്നത് ഒരു 6:30 ആയപ്പോഴാണ്. 7 മണിയായപ്പോൾ മൻസൂർ റഷീദ് എന്റെ റൂമിലേക്ക് വരികയും എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് സ്പ്രൈറ്റ് തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു തലകറക്കം ഉണ്ടായി. അതിനകത്ത് അവൻ എന്തോ കലക്കിയാണ് എനിക്ക് തന്നിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ബോധം ഉണരുന്നത് രാത്രി 11 മണിക്കാണ്. എനിക്ക് ബോധം ഉണരുമ്പോൾ എന്റെ ദേഹത്ത് ഒരു ഡ്രസ്സ് പോലും ഇല്ല. ഞാൻ പൂർണ്ണ നഗ്നയാണ്. ഞാൻ പേടിച്ച് പെട്ടെന്ന് തന്നെ മൻസൂർ റഷീദിനെയാണ് ആദ്യം ഫോൺ ചെയ്യുന്നത്. ഫോൺ എടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, എന്ത് ചെയ്യും എന്ന് ചോദിച്ച് ഞാൻ വിളിച്ചപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞു പെട്ടെന്ന് റൂം വെക്കേറ്റ് ചെയ്തു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എന്തെങ്കിലും പ്രോബ്ലം വരും. അതേപോലെ തന്നെ സിനിമാക്കാരാണ്, അടുത്ത ആൾക്കാരും വന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മിണ്ടാൻ പറ്റില്ല, റൂം വെക്കേറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പേടിച്ച് എന്റെ ഹസ്ബൻഡിനെ വിളിച്ചു. 1 മണിക്ക് രാത്രി എന്റെ ഹസ്ബൻഡും വന്ന് എന്നെ കാറിൽ നിന്ന് അവിടുന്ന് ഞാൻ റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് എന്റെ തന്നെ നൂഡ് ഫോട്ടോ എനിക്ക് അയച്ചു തന്നു.
എനിക്ക് അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു പൈസ തരണം, പൈസ തന്നില്ലെങ്കിൽ ഇത് പബ്ലിക് ആക്കും എല്ലാം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ എന്താണോ എന്റെ ലൈഫിൽ ഉണ്ടാകരുതെന്ന് പേടിച്ചത് എന്റെ ലൈഫിൽ നടന്നു. എന്റെ കയ്യിൽ നിന്ന് പണം തട്ടുകയും എന്റെ ഫാമിലി ലൈഫ് ഇല്ലാതാക്കുകയും ചെയ്തു. ഞാനിപ്പോ അനാഥയാണ്. എന്തായത് എനിക്ക് ഞാനും കൊച്ചും അല്ലാതെ ഈ ലോകത്ത് ആരും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഈ മൻസൂർ റഷീദ് എന്നെ എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് സാധാരണക്കാർ വന്ന് വെളിപ്പെടുത്തുമ്പോ കേസ് കൊടുക്കണം അല്ലെങ്കിൽ പരാതി കൊടുക്കണം. ഇതിന്റെ പുറകെ ഞാൻ 2 വർഷമായിട്ട് നടക്കുക. ഒരു സ്ഥലത്തൊന്നും എനിക്ക് നീതി കിട്ടിയിട്ടില്ല. എല്ലാവർക്കും പുറത്തിരുന്നോണ്ട് പറയാൻ എളുപ്പമാണ്, നിങ്ങൾക്ക് അങ്ങനെ മുഖ്യമന്ത്രി കൊടുത്ത പരാതിയുടെ മറുപടി അല്ല, മുഖ്യമന്ത്രി കൊടുത്ത പരാതി എന്തായിരുന്നു? മുഖ്യമന്ത്രിക്ക് ആദ്യം ഞാൻ കൊടുത്തിരുന്ന പരാതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ CPM-ന്റെ ജെ കുഞ്ഞിച്ചന്തു എന്ന വ്യക്തി വളരെ മോശമായ രീതി, ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു രീതി പറഞ്ഞു നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നെ കുറിച്ച് പറയുകയും ഞാൻ ഹണി ട്രാപ്പ് ആണ്, ഞാൻ പണം തട്ടാൻ ശ്രമിക്കുകയാണ്, അങ്ങനെ എന്റെ നാട്ടിൽ പോയി ഓരോ വ്യക്തികളുടെ അടുത്തും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ബ്രോഡാഡി സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജാണ്. പൃഥ്വിരാജുമായി ഇക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയോ? അതായത് പൃഥ്വിരാജിന്റെ മാനേജറിന്റെ അടുത്ത് സംസാരിക്കുകയും ഈ എമ്പുരാൻ എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് ഈ മൻസൂർ റഷീദിനെ പറഞ്ഞു വിട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ എനിക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വിവരവും ഇല്ല. കാരണം ഈ എമ്പുരാൻ എന്നുള്ള ലൊക്കേഷനിൽ വെച്ചും അതിനു മുന്നും അവരുടെ അസിസ്റ്റന്റ് ഡയറക്ടർ, ചീഫ് അസോസിയേറ്റിന്റെ ഒന്നും പേര് ഞാൻ പുറത്തു പറയുന്നില്ല. പക്ഷെ അവരെല്ലാവരോടും ഞാൻ സംസാരിച്ചിരുന്നു. ഫെബ്കയിൽ ഞാൻ പരാതി കൊടുത്തിരുന്നു, വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തിരുന്നു, കടക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. പക്ഷെ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ പോലും CPM-ന്റെ സപ്പോർട്ടുണ്ട്. ഞാൻ ഈ CPM ഒരു ഉള്ള ഒരു വ്യക്തിയല്ല. പൃഥ്വിരാജിന്റെ മാനേജർ വഴി പൃഥ്വിരാജ് കാര്യം അറിഞ്ഞു, എമ്പുരാന്റെ സെറ്റിൽ നിന്ന് മൻസൂർ റഷീദിനെ പറഞ്ഞു വിടുകയും ചെയ്തു. പക്ഷെ ആ പറഞ്ഞുവിടൽ കൊണ്ട് പൃഥ്വിരാജിന്റെ ധാർമ്മികത അവസാനിച്ചോ? അയാളെ എന്തുകൊണ്ട് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുത്തില്ല? എന്തുകൊണ്ട് അത് ചെയ്തില്ല? അപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് എൻ്റെ സെറ്റിലെല്ലാം ഓക്കെ ആണ് എന്ന് കരുതി എല്ലായിടത്തും അത് ഓക്കെ ആവണമെന്നുണ്ടോ എന്ന് ചോദിച്ച പൃഥ്വിരാജ് താങ്കളുടെ സെറ്റിലും ഓക്കെ ആയിരുന്നുവെങ്കിൽ സെറ്റ് ഇൻ ദ സെൻസ് ആ എൻറ്റയർ ഏരിയ, അതിപ്പോൾ ഹോട്ടൽ ആയിക്കോട്ടെ, ലൊക്കേഷൻ ആയിക്കോട്ടെ, സ്റ്റുഡിയോ ആയിക്കോട്ടെ, എവിടെ വെച്ചാണെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ അതിൻ്റെ പരിപൂർണ റെസ്പോൺസിബിലിറ്റി അതിൻ്റെ കപ്പിത്താൻ ആയ ഡയറക്ടർക്കുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം മറച്ചു വെച്ചിട്ട് മീഡിയനെ പൊതിഞ്ഞ് സംസാരിക്കുക, മീഡിയനെ കയ്യിലെടുത്ത് സംസാരിക്കുക, ബാക്കി തൻ്റെ ഭാഗമെല്ലാം ക്ലിയർ ആണ് എന്ന രീതിയിൽ സംസാരിച്ചതിനോടാണ് എൻ്റെ വിയോജിപ്പ്. ഞാനൊരു സാധാരണക്കാരനാണ്. താങ്കൾ ഈ വീഡിയോ കാണുമോ കാണില്ല ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ താങ്കൾ വന്ന് സംസാരിച്ച കുറേയധികം കാര്യങ്ങൾ താങ്കളുടെ നിലപാടുകളാണ്, അതിന് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. മലയാള സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ വരണമെന്നുണ്ട്, അതെല്ലാം കൊണ്ടുവരാൻ കഴിയട്ടെ. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ താങ്കളുടെ ലൊക്കേഷനിൽ വെച്ചുണ്ടായ അല്ലെങ്കിൽ താങ്കളുടെ സിനിമയ്ക്കകത്ത് വെച്ചുണ്ടായ ഒരു പ്രശ്നം, അതിനൊരു പരിഹാരം കാണാൻ താങ്കൾക്ക് കഴിയുമായിരുന്നു. അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കാനോ താങ്കളുടെ ഒറ്റ ഫോൺ കോൾ മതിയായിരുന്നു. ഈ സ്ത്രീ 2 വർഷമായിട്ട് അനാഥയായിട്ട് നടക്കുകയാണെന്ന് പറയുന്നു. ഇത് 10 വർഷം മുന്നത്തെ കാര്യമല്ല, 2 വർഷം ആയിട്ടേ ഉള്ളൂ ഇവർ ഈ പറഞ്ഞ പ്രശ്നത്തിൽ പെട്ടിട്ട്. 2 വർഷമായിട്ട് ഇവർ അലയുകയാണ് നീതിക്ക് വേണ്ടി. എവിടെയും കിട്ടാതെ വന്നപ്പോൾ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് അന്ന് കേസിന് പോയാൽ അന്ന് കംപ്ലൈൻറ്റ് കൊടുത്തൂടെ? ഞാനും ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ നടക്കുന്ന സമയത്ത് കംപ്ലൈൻറ്റ് കൊടുത്തൂടെ? കൊടുത്തിട്ട് എന്താ ഫലം? ദേ കണ്ടില്ലേ, ഫലം ഇതാണ്. കമ്മീഷണർക്ക് കൊടുത്തു, DGPക്ക് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് വരെ കംപ്ലൈൻറ്റ് കൊടുത്തു. നോ യൂസ്. നമ്മുടെ ഭാഗമെല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ ക്ലിയർ ആണ് എന്ന് സമർത്ഥിക്കാവൂ. എനിവേ, താങ്ക് യു.